വടകരയിൽ വെച്ച് ഷാഫി പറമ്പലിന് മർദ്ദനമേറ്റ സംഭവത്തിൽ സംസ്ഥാന സർക്കാരിനെയും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പിനുമെതിരെ കോൺഗ്രസ് വീണ്ടും ശക്തമായ പ്രക്ഷോഭവുമായി ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. ഒരു ജനപ്രതിനിധിക്ക് മർദ്ദനമേറ്റിട്ടും സംസ്ഥാന പോലീസ് മേധാവിക്ക് തെളിവുകളിലെല്ലാം സഹിതം പരാതി നൽകിയിട്ടും നടപടി സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് MP നീതി തേടി ഇനി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. ഈ വിഷയത്തിൽ തന്നെ CA അഭിലാഷ് ഡേവിഡിനെതിരായ സ്വകാര്യ അന്യായം ഫയൽ ചെയ്യാനാണ് ഇപ്പോൾ MP തീരുമാനിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിന്റെ മൗനവും നിഷ്ക്രിയത്വവും കോൺഗ്രസ് രാഷ്ട്രീയമായി തന്നെ ആയുധമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഷാഫി പറമ്പിലേറ്റ മർദ്ദനം അത് വലിയ തരത്തിൽ കോൺഗ്രസിൽ, UDF-ന്, യൂത്ത് ലീഗിന്, അതുപോലെ മുസ്ലിം ലീഗിന് എല്ലാവർക്കും വലിയ തരത്തിൽ ആഘാതമുണ്ടാക്കിയിട്ടുണ്ട്. ഷാഫി പറമ്പിലേറ്റ ഈ മർദ്ദനം വലിയ തരത്തിൽ വരും ദിവസങ്ങളിലെല്ലാം ആയുധമാക്കാൻ തന്നെയാണ് ഇപ്പോൾ UDF-ഉം ശക്തമായ നിലപാടെടുത്തിരിക്കുന്നത്. പേരാമ്പ്ര CKG കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിനെല്ലാം വഴിവെക്കുന്നത്. UDF നടത്തിയ പ്രതിഷേധ മാർച്ച് പോലീസ് തടയുകയും അതുമായി സംസാരിക്കാത്ത ഷാഫി പറമ്പിൽ MPക്ക് അവിടെ വെച്ചാണ് പോലീസിൽ നിന്നും മർദ്ദനമേൽക്കുന്നത്. ആദ്യമൊക്കെ പോലീസ് മർദ്ദിച്ചിട്ടില്ല എന്ന് പറയുകയും എന്നാൽ ഷാഫി പറമ്പിലിന്റെ മൂക്കിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സംഘർഷം നടന്നതിന് തൊട്ട് പിന്നാലെ തന്നെ ലാത്തി ചാർജ് ഉണ്ടായിട്ടില്ലെന്ന തരത്തിലുള്ള SP-യുടെ പ്രസ്താവന വലിയ തരത്തിൽ ചർച്ചയായിരുന്നു. പിന്നീട് അതെല്ലാം തള്ളിപ്പറഞ്ഞുകൊണ്ട് MPയെ പോലീസ് ലാത്തി കൊണ്ടടിക്കുന്ന ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നു. ഇതോടെയാണ് പോലീസിന്റെ ആദ്യ വാദങ്ങളെല്ലാം പൊളിയുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് തന്നെ മർദ്ദിച്ചത് വടകര കൺട്രോൾ റൂം CA ആയിരുന്ന അഭിലാഷ് ഡേവിഡ് ആണെന്ന് ഷാഫി പറമ്പിൽ MP തന്നെ കോഴിക്കോട് വാർത്താ സമ്മേളനം വിളിച്ച് മാധ്യമപ്രവർത്തകരോട് വെളിപ്പെടുത്തുകയും ഒപ്പം തന്നെ ദൃശ്യങ്ങളെല്ലാം കാണിക്കുകയും ചെയ്തത്. ലാത്തി കൊണ്ട് തലയ്ക്കടിച്ചതും അതുപോലെ മൂക്കിനടിച്ചതുമെല്ലാം ഇയാളാണെന്ന് ദൃശ്യങ്ങൾ സഹിതമാണ് MP തെളിയിച്ചത്, വെളിപ്പെടുത്തിയത്, ദൃശ്യങ്ങളെല്ലാം പുറത്തുവിട്ടതും. പേരാമ്പ്ര നടന്നത് ശബരിമല വിഷയം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, അതുപോലെ സർക്കാരിനെതിരെയുള്ള മറ്റെല്ലാ വിഷയങ്ങളും മറച്ചു വെക്കാനും ശ്രദ്ധ തിരിക്കാനുമുള്ള പോലീസിന്റെ ആസൂത്രണം ചെയ്ത ആക്രമണമാണെന്നായിരുന്നു ഇതിന് പിന്നിൽ വ്യക്തമായ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും അന്ന് തന്നെ ഷാഫി പറമ്പിൽ ആരോപിച്ചതാണ്. ഈ വിഷയം അന്ന് വലിയ തരത്തിൽ ചർച്ചയായതാണ്, കേരളം കത്തിയതാണ്. അഭിലാഷ് ഡേവിഡ് എന്ന ഉദ്യോഗസ്ഥൻ CPM-ന്റെ ഗുണ്ടയെ പോലെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് ഷാഫി പറമ്പിൽ ഗുരുതരമായ ആരോപണം തന്നെ ഉന്നയിച്ചത്. മാത്രമല്ല ഈ ഉദ്യോഗസ്ഥന്റെ വിവാദ ചരിത്രവും കോൺഗ്രസ് ശക്തമായ വിമർശനമായി ഉയർത്തിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഗുണ്ട മാഫിയ ബന്ധത്തെ തുടർന്ന് 2023 ജനുവരി 16-നാണ് സസ്പെൻഡ് ചെയ്യപ്പെടുകയും പിന്നീട് ഇതിന് പിന്നാലെ ഇയാളെ സർവീസിൽ നിന്ന് പുറത്താക്കിയെന്ന് വാർത്തകൾ വരികയും ചെയ്തിരുന്നു. ലൈംഗിക പീഡന കേസിന്റെ അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയതിനും അഴിമതിയിൽ വിജിലൻസ് അന്വേഷണം നേരിട്ടതിനും ഇയാൾക്കെതിരെ രേഖകൾ ഉണ്ടെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ നേരിട്ട ഒരു ഉദ്യോഗസ്ഥനെ താൽക്കാലിക നടപടികൾക്ക് ശേഷം രഹസ്യമായി സർവീസിൽ തിരിച്ചെടുക്കുകയും വടകര കൺട്രോൾ റൂം ഇൻസ്പെക്ടറായി നിയമിക്കുകയും ചെയ്തത് ഉന്നത രാഷ്ട്രീയ സ്വാധീനത്തെക്കുറിച്ചെന്നാണ്, അല്ലെങ്കിൽ സ്വാധീനത്തെ തുടർന്നെന്നാണ് കോൺഗ്രസ് തന്നെ ആരോപിക്കുന്നത്. പിരിച്ചുവിട്ട ഈ ഉദ്യോഗസ്ഥൻ സർവീസിൽ തിരിച്ചെത്തിയത് പിന്നിൽ ശക്തമായ അന്നത്തെ DGP-യുടെ ഇടപെടൽ ഉണ്ടായിരുന്നുവെന്നും രേഖകൾ എല്ലാം പുറത്തു വന്നിട്ടുമുണ്ട്. അതെല്ലാം സർക്കാരിന് തന്നെ വലിയ തരത്തിൽ കളങ്കം ഉണ്ടാക്കിയിട്ടുണ്ട്, സർക്കാരിന് വലിയ തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പോലീസ് ആക്ടിൽ ഇയാളെക്കുറിച്ചുള്ള യാതൊരു വിവരങ്ങളും ലഭ്യമല്ലെന്നും വഞ്ചൂർ CPM ഏരിയ കമ്മിറ്റി ഓഫീസിലെ നിത്യ സന്ദർശകനാണ് ഇയാളെന്നുമാണ് ഷാഫി പറമ്പിലിന്റെ പ്രധാനമായ ആരോപണം. പോലീസിനെ രാഷ്ട്രീയവൽക്കരണത്തെയും അതുപോലെ ക്രിമിനൽ വൽക്കരണത്തെയും കുറിച്ചുള്ള ആശങ്കകൾ അനുദിനം വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത്. CPM വലിയ തരത്തിൽ പോലീസിൽ കൃത്യമായ നടപടിയാണ് നടക്കുന്നതെന്ന് പറയുമ്പോഴും പോലീസിന്റെ ആത്മവിശ്വാസം തകർക്കരുതെന്ന് പറയുമ്പോഴും പോലീസിലെ ക്രിമിനലുകൾ വാഴുന്ന കേരളമായി ഇന്ന് നമ്മുടെ സംസ്ഥാനം മാറിയിരിക്കുന്നു എന്ന് കൂടി പറയേണ്ടി വരും. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് നിയന്ത്രിക്കുന്നത് ആഭ്യന്തര വകുപ്പിന്. അതായത് പിണറായി വിജയൻ നിയന്ത്രിക്കുന്ന ആഭ്യന്തര വകുപ്പ് തുടരുന്ന ഈ മൗനമാണ് കോൺഗ്രസിനെ കൂടുതൽ പ്രകോപിപ്പിക്കുന്നത്. വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ളവ തെളിവ് സഹിതം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംസ്ഥാന പോലീസ് മേധാവിക്കടക്കം പരാതി നൽകിയിട്ടും ഇതുവരെ ഒരു മറുപടിയോ ഒരു നടപടിയോ ഇതിലുണ്ടായിട്ടില്ല. SP അന്വേഷണം നിർത്തിവെച്ചത് CPM ഇടപെടൽ കാരണമാണെന്നും ഇതുവരെ തന്റെ മൊഴി പോലും രേഖപ്പെടുത്തിയിട്ടില്ലെന്നും ഷാഫി പറമ്പിൽ തന്നെ വ്യക്തമാക്കിയതാണ്. ഒരു ജനപ്രതിനിധിക്ക്, പ്രത്യേകിച്ച് ഒരു MPക്ക് മർദ്ദനമേറ്റ കേസിൽ പോലും നീതി നിഷേധിക്കപ്പെടുകയും പരാതി നൽകിയിട്ടും ആഭ്യന്തര വകുപ്പ് പാലിക്കുന്ന ഈ മൗനം, അല്ലെങ്കിൽ മൗനം പാലിക്കുകയും ചെയ്യുന്നത് സംസ്ഥാന ഭരണത്തിന്റെ പിടിപ്പുകേടാണെന്ന് കൂടി എടുത്തു പറയേണ്ടി വരും. ഈ മൗനം ആരോപണ വിധേയനായ ഒരു ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാനുള്ള സർക്കാരിന്റെയും CPM-ന്റെയും ഗൂഢശ്രമമാണെന്നുള്ള ആരോപണമാണ് കോൺഗ്രസും UDF-ഉം ഉയർത്തുന്നത്. അതേസമയം തന്നെ ഈ CA അഭിലാഷ് ഡേവിഡ് തനിക്കെതിരായ ആരോപണങ്ങൾ അതിശക്തമായി നിഷേധിച്ചിട്ടുണ്ട്. തന്നെ പിരിച്ചുവിട്ടിട്ടില്ല എന്നും സസ്പെൻഷൻ ട്രൈബ്യൂണലിൽ ചോദ്യം ചെയ്ത് തിരിച്ചെത്തിയതാണെന്നുമാണ് അദ്ദേഹത്തിന്റെ വിശദീകരണങ്ങളെല്ലാം. തന്നെ അപകീർത്തിപ്പെടുത്താനുള്ള, തന്നെ ഈ പറഞ്ഞ പോലെ ഷാഫി പറമ്പിലടക്കമുള്ള കോൺഗ്രസും അതുപോലെ MP അടക്കമുള്ളവർ ചേർന്ന് തന്നെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണെന്നും ഇവർക്കെതിരെ നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുമുണ്ട്. എന്നാൽ ആരോപണം ഉന്നയിച്ച MPക്കെതിരെ നിയമ നടപടി സ്വീകരിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. പകരം മാധ്യമങ്ങളുടെ അപമാനിച്ചെന്ന് കാണിച്ച്
ഷാഫി പറമ്പിനെതിരെ നടപടിക്ക് ശുപാർശ തേടി CI വടകര റൂറൽ SP അപേക്ഷ നൽകുകയും അത് DGP കൈമാറുകയും ചെയ്തിട്ടുമുണ്ട്. തനിക്കെതിരായ ഗുരുതര ആരോപണങ്ങൾ നിഷേധിക്കാനോ MPക്കെതിരെ കേസെടുക്കാനോ തയ്യാറാകാതെ വ്യാജ വാർത്തകൾക്കെതിരെ തന്ത്രം തിരിയുന്നത് അല്ലെങ്കിൽ വ്യാജ വാർത്തകൾക്കെതിരെ മാത്രം തിരിയുന്നത് ആഭ്യന്തര വകുപ്പിന്റെ പിന്തുണയുടെ ഫലമാണെന്നാണ് കോൺഗ്രസ് പറയുന്നത്. അതായത് ആഭ്യന്തര വകുപ്പിന്റെ എല്ലാ പിന്തുണയും ഈ അഭിലാഷിന് ലഭിക്കുന്നത് കൊണ്ടാണ് അഭിലാഷ് ഡേവിഡ് ഇത്തരത്തിലുള്ള പ്രവണതകൾ കാണിക്കുന്നതെന്നും ആണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ കോൺഗ്രസ് ആരോപിക്കുന്നതും സർക്കാർ നടപടി സ്വീകരിക്കാൻ മടിക്കുന്ന ഈ സാഹചര്യത്തിൽ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം ശക്തമാക്കാനാണ് കോൺഗ്രസിന്റെ ശക്തമായ തീരുമാനം. ഷാഫി പറമ്പിൽ MP സ്വകാര്യ അന്യായം ഫയൽ ചെയ്യുന്നതിലൂടെ ഉദ്യോഗസ്ഥനെതിരെ നിയമ നടപടി ഉറപ്പാക്കുമെന്ന കാര്യം ഏതാണ്ട് തീർച്ചയാണ്. പോലീസ് അതിക്രമണത്തിന് നേതൃത്വം നൽകിയ DYSP R ഹരിപ്രസാദിനെ സസ്പെൻഡ് ചെയ്യണമെന്നും മർദ്ദിച്ച CA അഭിലാഷ് ഡേവിഡിനെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ പ്രക്ഷോഭം വീണ്ടും ശക്തമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നടപടി ഉണ്ടാകാതെ പോയാൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ വീടുകൾക്ക് മുന്നിൽ തന്നെ സമരം ചെയ്യേണ്ടി വരുമെന്നും നേതൃത്വം മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട്. പോലീസിലെ ക്രിമിനൽ വൽക്കരണവും അതുപോലെ രാഷ്ട്രീയ അതിക്രമങ്ങളും അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രതിപക്ഷം സമരമുഖത്ത് ഉറച്ചു നിൽക്കാൻ പോകുന്നത്. ആലോചിക്കണം, ഇനി അങ്ങോട്ട് കൃത്യമായി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ തെരഞ്ഞെടുപ്പിലേക്ക്. ഏതാണ്ട് 30 ദിവസമോ 28 ദിവസമോ മാത്രം നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ 1 മാസം മാത്രമുള്ള സമയത്ത് കോൺഗ്രസിന്റെ ഈ നിലപാട് അത് വലിയ പ്രതിസന്ധിയാണ് CPM ഉണ്ടാക്കാൻ പോകുന്നത്, പ്രത്യേകിച്ച് പിണറായി വിജയൻ ഉണ്ടാക്കാൻ പോകുന്നത്. കാരണം ആഭ്യന്തരം കൈയാളുന്നത് പിണറായി വിജയനാണ്. ആ കൈയാളുന്ന പിണറായി വിജയന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള പിടിപ്പിക്കേടുകൾ വലിയ തരത്തിൽ സർക്കാരിന് ദോഷം ചെയ്യുന്നുണ്ട്, പാർട്ടിക്ക് ദോഷം ചെയ്യുന്നുണ്ട്, മുന്നണിക്ക് ദോഷം ചെയ്യുന്നുണ്ട്. കാരണം ഒരു MPക്ക് മർദ്ദനമേൽക്കുന്നു, അതും ഒരു CA തന്നെ പരസ്യമായി മൂക്കിനടിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. മൂക്കിൽ 2 അസ്ഥികൾക്ക് പൊട്ടലുണ്ടാകുന്നു. അതിൽ ഏതാണ്ട് 10 ദിവസത്തോളം അദ്ദേഹം കിടപ്പിലാകുന്നു, അതായത് റെസ്റ്റ് എടുക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. മൂക്കിൽ തയ്യലടക്കമുള്ളവ ഉണ്ടാകുന്നു, അസ്ഥിക്ക് സ്ഥാനചലനം വരെ ഉണ്ടാകുന്ന ഈ സാഹചര്യം ഉണ്ടായിട്ട് പോലും ആഭ്യന്തര കൈയാളുന്ന പിണറായി വിജയന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടായില്ല എന്ന് മാത്രമല്ല CPM നേതാക്കളടക്കം ഇതിനെ അധിക്ഷേപകരമായാണ് സമീപിച്ചത്. അധിക്ഷേപങ്ങൾ കൊണ്ട് ചൊരിയുകയാണ് ഉണ്ടായത്. ഒപ്പം തന്നെ സൈബർ സഖാക്കൾ ഇത് വലിയ തരത്തിൽ ആഘോഷിക്കുന്ന സാഹചര്യം ഉണ്ടായി. മഷിക്കുപ്പി രാഷ്ട്രീയമാണെന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി. ഒരു MP മൂക്കുപൊട്ടി ചോരയിലിപ്പിച്ച് മാധ്യമങ്ങളിൽ നിൽക്കുമ്പോൾ അതിനെപ്പോലും രാഷ്ട്രീയ കപടതയാണെന്ന് പറയുന്ന സാഹചര്യം വരെ നിലനിന്ന അവസ്ഥയുണ്ടായി. ഈ അവസ്ഥകളെല്ലാം എത്തരത്തിലാണ് നാടിനെ കൊണ്ടുപോകുന്നതെന്ന് ഷാഫി പറമ്പിലടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുന്നുണ്ട്. ഇവിടെ ഒരാൾക്ക് ഒരു അപകടം പറ്റുമ്പോൾ ഇത്തരത്തിലാണോ പെരുമാറേണ്ടതെന്നുള്ള ചോദ്യം പ്രസക്തമായി നിലനിൽക്കുന്നുണ്ട്. ഇവിടെ അപ്പോഴും CPMന്റെ ഭാഗത്തുനിന്ന് ഏതാണ്ട് സൈബർ സഖാക്കൾ എന്ന തരത്തിലാണ് CPMന്റെ നേതാക്കൾ പോലും പെരുമാറിയത്. സൈബർ അണികൾ, മുഖമില്ലാത്തവർ, രാഷ്ട്രീയം മാത്രം പറയുന്നവർ, അല്ലെങ്കിൽ എന്തും ഏതും വിളിച്ചു പറയാൻ യാതൊരു ലൈസൻസും ഇല്ലാത്ത കുറെ സൈബർ അണികൾ ഉള്ള കൂട്ടത്തിൽ അത്തരത്തിലൊരു നിലപാടാണ് CPMന്റെ നേതാക്കൾ പോലും സ്വീകരിച്ചെന്നുള്ള വിമർശനങ്ങൾ ശക്തമായി തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോഴും പിണറായി വിജയൻ കൈയാളുന്ന ആഭ്യന്തര വകുപ്പിന് കീഴിൽ ഒരു CI ഒരു MPയെ ക്രൂരമായി മർദ്ദിച്ചിട്ട് തലയ്ക്കും മൂക്കിനും അടക്കം പരിക്കേറ്റിട്ട് ആ CIക്കെതിരെയോ ആ DYSPക്കെതിരെയോ യാതൊരു നടപടിയും എടുക്കാൻ സർക്കാരിന് ഇതുവരെ സാധിച്ചില്ല എന്ന് മാത്രമല്ല ആഭ്യന്തര വകുപ്പോ പോലീസോ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരോ ആരും ഒന്ന് മൊഴിയെടുക്കാൻ പോലും MPയുടെ ഭാഗത്തേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് ഗുരുതരമായ ലംഘനം തന്നെയാണ്, ഗുരുതരമായ ആരോപണം തന്നെയാണ്. ഇത്തരത്തിലൊരു ആരോപണം നിലനിൽക്കുകയാണ് ഷാഫി പറമ്പിൽ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. ഇങ്ങനെ സമീപിക്കാൻ ഒരുങ്ങുമ്പോൾ തന്നെ കോടതി ഉറപ്പായും നടപടി എടുക്കുകയും ചെയ്യും. ഈ CA അഭിലാഷിന്റെ ജോലി തന്നെ പോകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അത്തരത്തിലുണ്ടായാൽ അത് ഏറ്റവും വലിയ തിരിച്ചടിയാകുന്നത് ആഭ്യന്തര വകുപ്പിനാണ്, പിണറായി വിജയനാണ്, CPMനാണ്. കാരണം ഇവർ ഇത്രയും സമയം പാടിപ്പുകഴ്ത്തിയ, അതുപോലെ ന്യായീകരിച്ച, ദിവസേന ചാനൽ ചർച്ചകളിൽ വന്ന് വലിയ തരത്തിൽ ആരോപണം ഉന്നയിച്ച, പ്രത്യാരോപണങ്ങൾ ഉന്നയിച്ച, വലിയ തരത്തിൽ വെള്ളപൂശാൻ ശ്രമിച്ച CPMനെതിരെയാണ് കോടതി നടപടി ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ അത് CPMന് വലിയ തിരിച്ചടിയാകും, പിണറായി വിജയന് തിരിച്ചടിയാകും. പ്രത്യേകിച്ച് സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും പോലീസിനും അതൊരു വലിയ തിരിച്ചടിയായി മാറുമെന്ന കാര്യം ഉറപ്പ് തന്നെയാണ്.